ഹലോ, എല്ലാവർക്കും അവിയാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുപാട് എണ്ണ കുടിക്കാണ്ട് നല്ല സോഫ്റ്റായ പൂരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കൂടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബാജി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. നമ്മൾ പൂരി റെഡിയാക്കണ മുമ്പ് അതിനായിട്ടുള്ള മാവ് കുഴച്ച് വെക്കാം. ഇതിനായിട്ട് ആദ്യം 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം, 1 കപ്പ് മൈദപ്പൊടി എടുക്കാം, 2 ടീസ്പൂൺ റവ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പൂരിക്ക് മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായി കുഴയ്ക്കരുത്. അതായത് ചപ്പാത്തിക്ക് നമ്മൾ എങ്ങനെ കുഴയ്ക്കണോ അതേപോലെ കുഴയ്ക്കരുത്. കുറച്ചും കൂടി ടൈറ്റായിട്ട് കുഴയ്ക്കണം. അതായത് വെള്ളം ഒരുപാട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മാവ് ഇതേപോലെ നന്നായി കുഴച്ചെടുക്കണം, എന്നാലേ പൂരി നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. ഇനി നമുക്കൊരു തുണിയിട്ട് ഇതേപോലെ കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഡ്രൈ ആകത്തില്ല. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ബാജി റെഡിയാക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/4 ടീസ്പൂൺ കടലപ്പരിപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മൂത്ത് വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി. ഉള്ളി നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോണവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളി മിക്സിയിലടിച്ച് ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ ആഡ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എരിവ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണം പോണവരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് പുളിപ്പിന് വേണ്ടി അംചൂർ പൗഡർ, അതായത് ഡ്രൈ മാംഗോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചെറു ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടെ നമ്മൾ വേവിച്ച് വെച്ച 2 ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ നല്ലപോലെ വഴറ്റി തിളപ്പിച്ച് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് മതി. അഥവാ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നേരത്തെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങളിൽ മല്ലിയിലയോ കറിവേപ്പിലയോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ഒരു 3 മിനിറ്റിന് ശേഷം നമ്മളെ ബാജി റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ അത് കട്ടിയുമല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്തൊരു പരുവത്തിൽ. ഇനി നമുക്ക് ബാജിക്ക് വേണ്ടി പൂരി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ചെറിയ മാവിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. പരത്തിക്ക് പരത്തണ പോലെ ഒരുപാട് തിന്നായി പരത്തണ്ട, കുറച്ച് കട്ടിയിൽ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയിടുന്ന ഓരോന്നും ഇതേപോലെ കവർ ചെയ്ത് വെക്കുക. കവർ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഡ്രൈ ആയി പോകും. അല്ലെങ്കിൽ ഓരോന്നായി പരത്തിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം പൂരി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പൂരി നല്ലപോലെ എണ്ണ കുടിക്കും. പിന്നെ പൂരി നല്ലപോലെ പൊങ്ങി വരില്ല. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ പൊടി തട്ടിയിട്ട് പൂരി ആഡ് ചെയ്താൽ മതി. 2 സൈഡ് ഇതേപോലെ നന്നായി പൂരി പൊള്ളിച്ചെടുക്കണം. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഈ പൂരിയെല്ലാം ഒന്ന് ചുട്ടെടുത്തത്. എന്നാലേ പൂരി നന്നായി പൊങ്ങി ക്രിസ്പായി വരത്തുള്ളൂ. അങ്ങനെ നമ്മുടെ പൂരി ബാജിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ സെർവിങ് ഡിഷിലോട്ട് മാറ്റി നമുക്കിങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.